ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി, എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം. നൈറ്റിംഗെയിലാണ് ആദ്യം വന്നിട്ടുള്ളത്. സ്നേക്ക് വന്നിട്ടുണ്ട്. പൾച്ചർ, ഡ്രാഗൺ, ബിയറാണ് ബോട്ടം വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് നൈറ്റിംഗെയിലാണ്. അപ്പോൾ നമുക്കിത് ടാരോ വെച്ചിട്ട് കൂടി ഒന്ന് ക്ലാരിറ്റി എടുക്കാം. നൈറ്റിംഗെയിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവുകളൊന്ന് പുറത്തു കൊണ്ടുവരാനാണ് പറയുന്നത്. ഒരു ന്യൂസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റവും നിങ്ങൾ കാത്തിരുന്ന ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുള്ള അനുഗ്രഹം കിട്ടിയ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അത് മൂടി വയ്ക്കാതെ അത് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളതൊന്ന് പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ്. പിന്നെ വന്നിട്ടുള്ള സ്നേക്കാണ്. ഈ സ്നേക്ക് എന്ന് പറയുന്നത് ഒരു കുണ്ടലിനി റേസിങ്ങിൻ്റെ ഒരു സമയമാണ് എന്നുള്ളതാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. നോക്കാം, ഇതിൽ നമുക്ക് ടാരോ കൂടി എടുത്തതിന് ശേഷം നമുക്ക് ക്ലാരിറ്റി എടുക്കാം, അതായിരിക്കും നല്ലത്. നൈറ്റ് ഓഫ് കപ്സ്, സ്ട്രെങ്ത്, ദ ഫൂൾ കാർഡ്, സൺ കാർഡ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ്, മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡ്, നയൻ ഓഫ് വാൻസ്, ക്യൂൻ ഓഫ് സോഡ്സ്, ചാരിയറ്റ് ആൻഡ് 10 ഓഫ് വാൻസ് ആണ് അത് വന്നിട്ടുള്ളത്. ഇതിൽ ഹാങ്ഡ് മാനാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്നേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണെന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് തിരിച്ചറിയാനാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുണ്ടലിനി റൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ തേർഡ് ഐ ഒക്കെ ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡ്രാഗൺ പറയുന്നത്. നിങ്ങളെ ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ തേർഡ് ഐ ഓപ്പൺ ആകാനോ അല്ലെങ്കിൽ കുണ്ടലിനി റൈസ് ചെയ്യാനോ ഉള്ളൊക്കെ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അതൊരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടി അല്ലാതെ നിങ്ങൾ സ്വയം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കുണ്ടലിനി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള എക്സർസൈസുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ സഹായം നിങ്ങളതിൽ തേടിയിരിക്കണം. ഇല്ലെങ്കിൽ ഈ കുണ്ടലിനി റേസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടും ഒക്കെ അത് സക്സസ് ആകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് സക്സസ് ആകണമെന്നില്ല. ചിലപ്പോൾ അത് ഒരു റോങ് പാത്വേയിലൂടെയാണ് ആ എനർജി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാകാം, ഡിപ്രഷൻ ഉണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങൾ വരാം. പ്രത്യേകിച്ചും ബാക്ക് പെയിൻ വരാം, പിന്നെ ഡിപ്രഷനൊക്കെ വരാം കേട്ടോ അതിൽ. കാരണം ഇതിനകത്തൊരു മൂൺ കാർഡൊക്കെ വന്നിട്ടുണ്ട്. മാനസിക അസ്വസ്ഥതകൾ വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് കാണുന്നത്. നിങ്ങൾ മാക്സിമം ഇത് കുണ്ടലിനി റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസ് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആൾറെഡി അതങ്ങനെ വന്നോളും. നമ്മൾ ഒരു കാര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യാതിരിക്കുക. നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ആൾറെഡി അങ്ങനെ ഒരു കാര്യം സംഭവിച്ചോളും. അത് നമ്മൾ പോലും അറിയാതെ തന്നെ ആ കുണ്ടലിനി റൈസിങ് അത് നടക്കും. അങ്ങനെ വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കുണ്ടലിനി റൈസ് ആകുന്നു എന്നാണ് കാണുന്നത്. അത് ചിലപ്പോൾ ഒരു പകുതിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെയാണ്. ഇതൊരു ഹാഫ് വേയിൽ നിൽക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ സോളാർ പ്ലെക്സസിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ചക്രയിലും ഒക്കെ വന്നത് ബ്ലോക്കായി നിൽക്കുന്നുണ്ടായിരിക്കാം.
നമുക്ക് ഒരുപാട് പെയിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ പെയിൻ ഒന്ന് ഹീൽ ചെയ്യാതെ കുണ്ടലിനി റൈസ് ചെയ്താൽ ആ ഹാർട്ട് ചക്രയിൽ അവിടെ വന്ന് അത് ബ്ലോക്കായി നിൽക്കും. ഒരുപാട് പ്രശ്നങ്ങൾ വരും നമുക്കത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വന്നിട്ടുള്ള പെയിൻ, നിങ്ങളുടെ ഹൃദയത്തിൽ പാസ്റ്റിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഒക്കെ നിങ്ങളത് പൂർണ്ണമായും ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. പൂർണ്ണമായും ഹീൽഡ് ആയ ആൾക്കാർക്കാണ് കുണ്ടലിനി റേസ് ചെയ്ത്, അതായത് ആ ഒരു ബ്ലോക്കും ഇല്ലാതെ എല്ലാ ചക്രങ്ങളും കവർ ചെയ്തങ്ങ് പൊക്കോളും. അപ്പം നിങ്ങൾ ഹീൽ ചെയ്യണം. ഇത് കൂടുതൽ ആൾക്കാരെയും ഹാർട്ട് ചക്രയിൽ വന്ന് ബ്ലോക്കായി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഹീലിംഗ് എങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. നമ്മൾ ഈ യൂട്യൂബിൽ നോക്കിയാൽ എങ്ങനെയാണ് ഹീൽ ചെയ്യണതെന്ന് കൃത്യമായിട്ടും അതിനകത്തുള്ള കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അപ്പോൾ അത് എല്ലാവർക്കും കേൾക്കാനുള്ളൊരിത് ഉണ്ടാകണം എന്നില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, നമ്മളെ വേദനിപ്പിക്കുന്ന ആ ഒരു സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് വരുന്ന എക്സ്പ്രഷൻ എന്താണോ അത് എക്സ്പ്രസ് ചെയ്യുക. അത് നമ്മൾ മെഡിറ്റേഷനിലിരിക്കുക, ഒരു പ്രാണായാമം ചെയ്യുക. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ പ്രാണായാമം ചെയ്ത് നമ്മളൊന്ന് മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ആ സംഭവങ്ങൾ നമ്മളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ഇമോഷനാണോ വരുന്നത് അത് എക്സ്പ്രസ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് കുറേ തവണ അങ്ങനെ ചെയ്ത് നോക്കും. പിന്നെ നമുക്കതിൽ വേദനയൊന്നും ഉണ്ടാവില്ല, ഒരു വേദനയും ഉണ്ടാവില്ല ആ ഒരു സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ. അങ്ങനെ ആകുമ്പോൾ അത് ഹീലായി എന്നാണ് അർത്ഥം. അങ്ങനെ ഹീലാകാതെ ഉള്ള ആൾക്കാർ ചില ആൾക്കാർ പ്രാർത്ഥനകളിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് കുണ്ടലിനി റൈസ് ആകുന്നത്. അതും ഹാർട്ട് ചക്രയിൽ വന്ന് ബ്ലോക്കായി നിൽക്കും. നിങ്ങളെ ദ്രോഹിച്ച ആൾക്കാർക്ക് പൂർണ്ണമായും ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നത് കുറേ നല്ല കാര്യങ്ങളാണെന്ന് കൂടി മനസ്സിലാക്കുക. കാരണം അത് നമ്മൾ എത്ര വലിയ വേദനയും അതിൻ്റെ അവസാനം നമ്മൾ നോക്കുമ്പോൾ അതിൽ നമുക്കൊരു അനുഗ്രഹം ഉണ്ടായിരിക്കും. മറ്റുള്ളവർ നമ്മളെ ചതിക്കുകയും പറ്റിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് നമുക്ക് അനുഗ്രഹമുള്ള ഒരു കാര്യത്തിലേക്കായിരിക്കും നിങ്ങൾ എത്തി നിൽക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയോട് നിങ്ങൾ ഒരു തരത്തിലുള്ള ഒരു ഗ്രഡ്ജും സൂക്ഷിക്കാതിരിക്കുക. അവരെ പൂർണ്ണമായി ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു അവസ്ഥ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കുണ്ടലിനി ഫ്ലോയിൽ റൈസായി വരുള്ളൂ. പിന്നെ വൾച്ചറാണ്, അത് കഴുകൻ അറിയാലോ. അത് നമുക്ക് ചില ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസവും നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ് ഈ വൾച്ചർ പറയുന്നത്. ഒരു സ്പിരിറ്റ് ബേർഡാണ്. അപ്പോൾ കഴുകനെ അറിയാലോ, അത് അത്രയും ഒരു ശക്തിയുള്ള, കാരണം എന്ത് കാര്യം വേണമെന്ന് വിചാരിച്ചത് കൃത്യമായിട്ട് അത് എത്തിയിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്തിരിക്കും. അങ്ങനത്തെ ഒരു പക്ഷിയാണ് കഴുകൻ. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം വേണമെന്ന് വിചാരിച്ചാലും അത് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കഴുകൻ എന്ന് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്തിപ്പിടിക്കുക, അത് നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഡ്രാഗൺ എന്ന് പറയുന്നത് ഒരു ഫുൾ ഓഫ് പ്രൊട്ടക്ഷനാണ്. നമ്മളിൽ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുക, തിരിച്ചറിയുക. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരമായ ഒരു രൂപമുണ്ട് ഡ്രാഗൻ്റെ. അതൊരു സ്പിരിറ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഡ്രാഗൺ. അപ്പോൾ അതിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്, അതിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആകുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ്. പിന്നെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ നൈറ്റിംഗെയിലും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ന്യൂസ് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. നൈറ്റ് ഓഫ് കപ്പ് ഒരു ന്യൂസും ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ന്യൂസാണ്, നിങ്ങൾ കാത്തിരിക്കുന്നതാണ്, നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ന്യൂസുമായിട്ടാണ് ഈ നൈറ്റിംഗെയിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പം വരുന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് എത്തും എന്നുള്ളതാണ് കാണുന്നത്. സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പവർ എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇതിലൊരു സിംഹത്തെ മെരുക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിംഹം എന്ന് പറയുന്നത് കാട്ടിലെ രാജാവാണ്. അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു മൃഗമാണ്. അത്രയും ക്രൂവലാണെന്ന് നമ്മൾക്ക് തോന്നുന്ന ഒരു മൃഗമാണ്. ആ ഒരു മൃഗത്തിനെ മെരുക്കിയെടുക്കാൻ ഒരു ചെറിയ പെൺകുട്ടിക്ക് പറ്റുമെങ്കിൽ
ഇത് നിങ്ങളുടെ മനസ്സിനെ സൂചിപ്പിക്കുന്നു കേട്ടോ. ഈ സിംഹം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. ആ മനസ്സിനെ നിങ്ങളൊന്ന് മെരുക്കി എടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. ചിലപ്പോൾ അത് മെരുക്കി എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല പല ആൾക്കാർക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് നിങ്ങളത് നിങ്ങളെ ഒന്ന് മെരുക്കി എടുക്കേണ്ടതുണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മോശം ചിന്തകളാണ്. നിങ്ങളുടെ ആ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പ്യുവർ ആകേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഫൂൾ കാർഡാണ്, ഒരു പുതിയ തുടക്കമാണ്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇത് പരിവർത്തനം സംഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി മാത്രം വരുന്ന കാര്യങ്ങളാണത്. അതിൽ നിങ്ങളൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫൂൾ എന്ന് പറയുന്ന ഒരു പുതിയ തുടക്കമാണ്. ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കമുണ്ട് എന്നാണ് കാണുന്നത്. അത് റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലായിരിക്കാം, എന്തിലും ആകാം. സൺ കാർഡ് വന്നിട്ടുണ്ട്. പുതിയ സന്തോഷങ്ങളാണ്, പുതിയ പ്രതീക്ഷകളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാനുണ്ട് എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും നല്ല ആറ്റിറ്റ്യൂഡിലിരിക്കുക. പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷയോടെ ഇരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. പിന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വപ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് ധനം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രയത്നം കൊണ്ടുള്ള ധനം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു എനർജിയാണ്. അതായത് ചിലപ്പോൾ സാലറി കിട്ടുന്ന എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാസിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. ജസ്റ്റിസാണ്. അപ്പോൾ നിങ്ങൾക്കിന്ന് നീതി കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു കോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് ഏർപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണത്. പിന്നെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലവേഴ്സും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ വളരെ വിഷമിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. ഒരു യൂണിയൻ്റെ എനർജിയാണ്. നിങ്ങളുടെ സോൾ കണക്ഷനുള്ള ഒരാൾ നിങ്ങളിലേക്ക് വീണ്ടും കണക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ഒരു 9 ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. അതൊരു വെയിറ്റിംഗ് എനർജി ആയിരുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യം, കുറേ കാലം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം, അത് മാറിയിട്ട് ആ വെയിറ്റിംഗ് ഒക്കെ മാറുന്ന ഒരു സമയമാണിതെന്നുള്ളതാണ് കാണുന്നത്. പ്രിൻസസ് ഓഫ് കപ്സിൻ്റെ എനർജിയും ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. അപ്പം ഇമോഷണലി നിങ്ങളൊന്ന് ഡൗൺ ആകാതിരിക്കുക, സ്റ്റേബിൾ ആകണം എന്നുള്ളതാണ് ഈ ഒരു ക്യൂൻ ഓഫ് സോർട്സ് പറയുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റും, മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾ പറയുന്ന ഗൈഡൻസ് മറ്റുള്ളവർ എടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളിനോട് പറയുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളോട് പലതവണ നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ പ്രിൻസസ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് സോർട്സും പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു എനർജിയിലല്ല, നിങ്ങൾ കുറച്ച് ഒരു സ്ട്രോങ് ആകേണ്ടതുണ്ട്. നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്ത് വെക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയെ ഒന്ന് നിയന്ത്രിക്കണം എന്നുള്ളതാണ് കേട്ടോ. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള, കാരണം അത് നിയന്ത്രിക്കാൻ പാടുപെടുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. ചാരിയറ്റാണ്. കാരണം ഇതിനകത്ത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. രണ്ട് കാര്യങ്ങൾ, നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ബുദ്ധിയും. ഇതിനിടയിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുള്ളതാണ്. രണ്ടിനെയും കൂടെ ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ രണ്ടിനെയും കൂടി ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം നിങ്ങൾക്ക്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തണം എന്നുള്ളതാണ് ഇന്നത്തെ ഗൈഡൻസ്. ഇതിൽ ഒരു 9 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. കുറേ സ്ട്രഗിളുണ്ട്, കുറേ നിങ്ങളുടെ ചുമലിൽ ഒരുപാട് ഭാരമുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭാരമായിരിക്കും കേട്ടോ. നിങ്ങൾ പാസ്റ്റിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കാം, മാറിപ്പോകാതെ. കാരണം എത്ര ശ്രമിച്ചിട്ട് നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അത്രയും സ്ട്രഗിളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു കാര്യം ഓവർകം ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാകണം. അത് സ്ട്രെങ്ത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഗൈഡൻസിലൂടെ മാത്രമായിരിക്കാം. പക്ഷെ അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സ്പിരിറ്റിൻ്റെ അനുഗ്രഹം ഒരുപാടുണ്ടെന്ന് നമുക്ക് പറയാം. നമ്മൾ സ്പിരിച്വൽ ജേണിയിലാണെങ്കിൽ നമ്മളെ ഒരുപാട് ആൾക്കാർ ചവിട്ടി താഴ്ത്തിയിടാൻ ശ്രമിക്കും. അത്
പലതരത്തിലുള്ള ആൾക്കാർ, നമ്മളോടുള്ള അസൂയുള്ള ആൾക്കാരുണ്ടായിരിക്കാം, നമ്മളോടൊപ്പം എത്താൻ പറ്റാത്ത ആൾക്കാരുടെ എനർജി ഉണ്ടായിരിക്കാം. ഇതൊന്നും ചെയ്യാൻ പറ്റാതെ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളെ എങ്ങനെ ചവിട്ടി താഴ്ത്തിയിടാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഇതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കാതിരിക്കുക. നമ്മളുടെ വിജയം നമ്മളുടെ മാത്രം ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. മറ്റൊരാളിനും അതിൽ പങ്കില്ല. നമ്മളെ എത്രമാത്രം ഡീപ്രമോട്ട് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ ആളുകൾ ചെയ്യുള്ളൂ. അത് എന്ത് ചെയ്താലും, ഇപ്പോൾ ബിസിനസ് ചെയ്താലും, ഇപ്പോൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും, എന്ത് ചെയ്താലും നമ്മളെ പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ ബോധേഡേ ആകാതിരിക്കുക. നമ്മളുടെ ശത്രുക്കളെ കുറിച്ച് ഒന്നും നിങ്ങൾ ബോധേഡ് ആകണ്ട. പക്ഷേ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യണ്ട. പക്ഷേ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവർ എന്തെങ്കിലും നമുക്കെതിരെ വല്ല പ്രവർത്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, ഇത് ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തതാണ്. നമ്മളത് കൂടുതൽ അത് ഹൃദയത്തിലേക്ക് എടുക്കണ്ട, അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുകയും വേണ്ട. പക്ഷെ നമ്മൾ അത് മനസ്സിൽ ഉണ്ടായിരിക്കണം, ഇതിങ്ങനെയുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്കെതിരെ ചെയ്തേക്കാം. അപ്പോൾ അത് നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. അതും ദൈവമാണ് അത് കാണുന്നത്. നമ്മളുടെ പ്രവൃത്തിയും മറ്റുള്ളവരുടെ പ്രവൃത്തിയും കാണുന്നത് ദൈവമാണ്. അതിനെ നമുക്ക് ജസ്റ്റിസ് കിട്ടുമെന്ന് മനസ്സിലാക്കുക. അത് സറണ്ടർ ചെയ്ത് കൊടുക്കുക. ആരെന്ത് ചെയ്താലും നമ്മൾ പ്രതികാരം ചെയ്യാൻ പോകാതിരിക്കുക. അവരോട് ഒരു തരത്തിലുള്ള ഒരു ഗ്രഡ്ജ് സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതൊക്കെ നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്നാലും വീണ്ടും എന്നോട് ഇത് ചെയ്തല്ലോ എന്നുള്ളൊരു ചിന്തയിൽ തന്നെ നമ്മൾ ജീവിക്കും. അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. പൂർണ്ണമായും അത് വിട്ടുകൊടുത്തേക്കുക. ഇന്നത്തെ ഒരു എനർജി ഇങ്ങനെയാണ് പറയുന്നത്. ഹാങ്ഡ് മാനാണ്, ഒരു എൻലൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് വരാൻ പോണത്. അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റിലൂടെ ആ ഒരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. പിന്നെ ആരോ ഒരാൾ കമൻറ്റ് ചെയ്യുന്നത് കേട്ടു, എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. തീർച്ചയായിട്ടും അതൊരു നിസ്സാര കാര്യമല്ല. പക്ഷേ എല്ലാ സോളിനും എൻലൈറ്റഡ് ആകാൻ പറ്റും. അത് ഈ ജന്മത്തിൽ തന്നെ ആകണം എന്നില്ല. ഏതെങ്കിലും ഒരു ജന്മത്തിൽ അത് എൻലൈറ്റഡ് ആയിട്ട് മാത്രമേ അത് ആ ഒരു ശരിക്കും ആ ഒരു സുഷുപ്തിയിലേക്ക് പോകണമെങ്കിൽ അത് എൻലൈറ്റഡ് ആയിട്ടായിരിക്കണം. പിന്നെ ഒരു ജന്മം എടുക്കാതെ അത് പോകുന്നത്. അതങ്ങനെയാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒരു പാത്തിലാണ് എന്നാണ് കാണുന്നത്. കുറേ സ്ട്രഗിൾ ഉണ്ടാകും ജീവിതത്തിൽ. അത് വിട്ടുകളയാൻ നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം, പേഴ്സണൽ റീഡിംഗ് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് പേഴ്സണൽ റീഡിംഗ് ചെയ്യുന്നത്. ഞാൻ ഈ റീഡിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ ചെയ്യുന്നത് ഞാൻ അത്രയും എഫോർട്ട് എടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അത് എന്തെങ്കിലും പറയുന്നതല്ല. ഇത് പേഴ്സണൽ റീഡിംഗ് അല്ലല്ലോ, ഇത് യൂട്യൂബിൽ ഇടുന്നതല്ലേ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ലേ, അതെങ്ങനെയെങ്കിലും ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു കാര്യമേ അല്ല ഇത്. ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് ഈ യൂട്യൂബ് വീഡിയോ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിങ് തന്നെ വേണം. അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ലൈക്കും കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ എനർജി അതിനകത്തുണ്ടാവും. നിങ്ങൾക്കൊരു ചോദ്യം എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നുണ്ടാകും. അതിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിന് വന്നിട്ട് ചോദിച്ചിട്ട്, പിന്നെ അതിൽ ഇപ്പം ഞാൻ പേഴ്സണൽ റീഡിങ് പേയ്മെൻ്റ് ഇല്ലാതെ ചെയ്യുന്നില്ല. അതൊരു കർമ്മയുടെ ബാഗേജ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നേരത്തെ ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്യുമായിരുന്നു, ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള ആൾക്കാർക്കറിയാം. പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഒരുപാട് പേഴ്സണൽ റീഡിങ് വേണമെന്ന് ചിന്തിക്കുന്ന ഒരാളും അല്ല. ഒരുപാട് അങ്ങനെ കുറേ ഓഫേഴ്സ് ഒക്കെ ഇട്ട് പേഴ്സണൽ റീഡിങ് ചെയ്യാൻ എനിക്ക് പറ്റൂല. എനിക്ക് അത്ര എനർജി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അത്ര എനർജിയേ ഉള്ളൂ. ഞാൻ എൻ്റെ എനർജി ഫുൾ എഫേർട്ട് ഞാൻ ഇതിനെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ റീഡിങ്സ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഇത് ഒന്ന് മനസ്സിൽ വയ്ക്കുക. എന്തായാലും നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളുടെ ജീവിതം മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാനലായെങ്കിൽ എനിക്കതിൽ ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ദൈവത്തോടും നിങ്ങളോടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളുടെ ഒരുപാട് കർമ്മ ബാഗേജസ് അത് കുറേ എങ്ങും ഡിലീറ്റ് ആവും, അത് മാറും. അപ്പോൾ പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാനിതിൽ ചെയ്യുന്നുണ്ട്, മാക്സിമം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻറ്റ് വാങ്ങുന്നത്. നിങ്ങൾക്ക് ഈ റീഡിങ് കണ്ടാൽ തന്നെ നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആകാൻ പറ്റും.
അപ്പോൾ താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.